നമസ്കാരം, ഞാൻ വിഷ്ണുദത്ത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. ഇരിപ്പിടം തേടുന്ന കത്ത്. അവധി കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കേണ്ടത് എവിടെയെന്ന ചോദ്യവുമായി മുഖ്യമന്ത്രിക്ക് ജേക്കബ് തോമസിന്റെ കത്ത്. അവധിയിൽ പോകാൻ ആവശ്യപ്പെട്ടതല്ലാതെ വിജിലൻസിൽ നിന്ന് മാറ്റിയ കാര്യം സർക്കാർ അറിയിച്ചിട്ടില്ല. 3 തവണ ദീർഘിപ്പിച്ച അവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ തിങ്കളാഴ്ച തിരിച്ചെത്തിയാൽ എവിടെ ഇരിക്കണമെന്ന് ജേക്കബ് തോമസിന്റെ ചോദ്യം. വിജിലൻസ് ഡയറക്ടറായിരുന്ന ജേക്കബ് തോമസിന് സർക്കാർ നിർബന്ധിത അവധി വിധിച്ചത് IAS ഉന്നതരുടെ പരാതികളെ തുടർന്ന്. അതേസമയം സർക്കാർ നിർദ്ദേശപ്രകാരം അവധിയെടുത്ത ജേക്കബ് തോമസിന് പകരം വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് ലോക്നാഥ് ബെഹ്റയെ അവരോധിച്ചത് കൃത്യമായ കണക്കുകൂട്ടലിൽ. ബെഹ്റയെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റിയത് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടി പോലീസ് മേധാവി സ്ഥാനത്തേക്ക് സെൻകുമാർ തിരികെ എത്തിയ സാഹചര്യത്തിൽ. എന്നാൽ ഈ മാസം അവസാനം സെൻകുമാർ വിരമിക്കുമ്പോൾ DGP സ്ഥാനത്തേക്ക് പകരമാരെന്ന കാര്യം വ്യക്തമാക്കാതെ സർക്കാർ. ജേക്കബ് തോമസിന്റെ ഉന്നം പോലീസ് മേധാവി സ്ഥാനമെന്നും റിപ്പോർട്ട്. സ്വപ്നം സഫലം, മെട്രോയ്ക്ക് ശുഭയാത്ര. മെട്രോയുടെ ചിറകിലേറി കൊച്ചി. കുതിപ്പിന്റെ ചക്രങ്ങളിൽ കേരളത്തിന് പുതിയ വേഗം നൽകി ശുഭയാത്രയ്ക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെട്രോ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമെന്ന് മോദി. കൊച്ചി മെട്രോ പരിസ്ഥിതി സൗഹൃദ വികസനത്തിന് മികച്ച മാതൃക. രാജ്യത്ത് ഗതാഗത മാർഗങ്ങൾ വിപുലീകരിക്കാൻ വിദേശ നിക്ഷേപം തേടുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി. രാജ്യത്തെ ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കിയ മെട്രോ എന്ന പ്രസംഗത്തിൽ കൊച്ചിക്കും ഇ ശ്രീധരനും കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡുവിന്റെ പ്രശംസ. വേദിയിലേക്കെത്തിയ ഇ ശ്രീധരനെ സദസ്സ് വരവേറ്റത് നിമിഷങ്ങൾ നീണ്ട കരഘോഷത്തോടെ. ശ്രീധരനൊപ്പം വേദിയിൽ KMRL മാനേജിംഗ് ഡയറക്ടർ ഏലിയാസ് ജോർജും. മെട്രോയിൽ വിവാദമുയർത്താൻ ശ്രമിച്ചവർക്ക് കിട്ടിയത് നിരാശ മാത്രമെന്ന് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി. സംസ്ഥാനത്തിന്റെ വികസന വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ പുലർത്തുന്നത് അനുഭാവപൂർണമായ സമീപനമെന്നും മുഖ്യൻ. ചടങ്ങിൽ കൊച്ചി മെട്രോ മൊബൈൽ ആപ്പ് പിണറായി ഉദ്ഘാടനം ചെയ്തു. മരണം വിതച്ച് പനിക്കാലം. പ്രതിരോധ പ്രവർത്തനം ഊർജിതമെന്ന ആരോഗ്യവകുപ്പിന്റെ പ്രഖ്യാപനങ്ങൾ തുടരവേ സംസ്ഥാനത്ത് ഇന്നലെ മാത്രം പനിമരണത്തിന് കീഴടങ്ങിയത് 3 വയസ്സുകാരൻ ഉൾപ്പെടെ 10 പേർ. ഡെങ്കിപ്പനി സംശയിച്ച് ഇന്നലെ 696 പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചപ്പോൾ രോഗം സ്ഥിരീകരിച്ചത് 161 പേർക്ക്. ഈ വർഷം പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ എത്തിയത് 12 ലക്ഷത്തോളം പേരെന്ന് ആരോഗ്യവകുപ്പ്. പനിക്കാർ പെരുകിയതോടെ ആവശ്യത്തിന് മുറികളോ കിടക്കയോ അനുവദിക്കാനാകാതെ ആശുപത്രികൾ. മിക്ക ആശുപത്രികളിലും അഡ്മിറ്റ് ചെയ്യേണ്ടവരെ പോലും മരുന്ന് നൽകി മടക്കി അയക്കേണ്ട ദുരവസ്ഥ. വാർഡുകളിൽ ഡെങ്കിപ്പനിക്കാരെ കിടത്തുന്നത് മറ്റു രോഗികളിൽ പനി പടർത്തുമോ എന്ന ആശങ്കയുണ്ടെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ. നിലയ്ക്കാത്ത വെടിമുഴക്കം. കശ്മീരിൽ 6 പോലീസുകാരുടെ വീരമൃത്യുവിൽ കലാശിച്ച ഭീകരാക്രമണമുണ്ടായ അനന്ത്നാഗിലും കുൽഗാമിലും നിരോധനാജ്ഞ. ദക്ഷിണ കശ്മീരിലാകെ ജാഗ്രതയുമായി സുരക്ഷാ സൈനികർ. ഇന്നലെ പട്രോളിംഗ് സംഘത്തിനു നേരെ വെടിയുതിർത്ത ഭീകരർ വീരമൃത്യു വരിച്ച പോലീസുകാരുടെ മുഖഭാഗങ്ങൾ നിറയൊഴിച്ചു വികൃതമാക്കിയതായി റിപ്പോർട്ട്. അതേസമയം കുൽഗാമിലെ പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടതായി കരുതുന്ന ഭീകരൻ ജുനൈദ് മാട്ടുവിന്റെ മൃതദേഹത്തിനായി തിരച്ചിൽ. ഇയാളുടെ മൃതദേഹം ഭീകരരോ ജനങ്ങളോ മാറ്റിയിരിക്കാമെന്ന് നിഗമനം. ജുനൈദിന്റെ മരണത്തിന് പ്രതികാരമാകാം അനന്ത്നാഗിൽ ഭീകരർ നടത്തിയ ആക്രമണമെന്ന് സൈനിക വൃത്തങ്ങൾ. അഗ്നി പൊതിഞ്ഞ ദുരന്തം. ബ്രിട്ടനെ ഞെട്ടിച്ച ലണ്ടൻ അഗ്നിബാധയിൽ മരണസംഖ്യ 100 കടന്നേക്കുമെന്ന് പോലീസ്. ഇതുവരെ സ്ഥിരീകരിച്ചത് 30 മരണം മാത്രമെങ്കിലും കെട്ടിടത്തിൽ നിന്ന് കാണാതായ 74 പേരിൽ മിക്കവരും അഗ്നിക്ക് ഇരയായിരിക്കാമെന്ന് സംശയം. പൂർണ്ണമായും കത്തിയമർന്ന കെട്ടിടത്തിനുള്ളിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകുമെന്നും നിഗമനം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.